ഹായ്. സൈബർ ബുള്ളിങ് എനിക്കറിയത്തില്ല, കുറേയധികം പെൺകുട്ടികൾ ഇറങ്ങി നടപ്പുണ്ട് കേട്ടോ. അതിപ്പം മുന്നായ്ക്ക് ഒരു അനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് പെട്രാ ബോക്സ് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ചെറിയ ഒരു വിവരണം. പെട്രാ ബോക്സ് അറിയില്ലേ, പെട്രാ ബോക്സ് ഒഫീഷ്യൽ എന്ന് പറയുന്ന ചാനലിനകത്ത് വന്നതാണ്. അപ്പം മുന്നേയും സിയാദിനെയൊക്കെ ആളുകൾ ആക്രമിക്കുന്ന ഒരു രീതിയെ പറ്റി പുള്ളിക്കാരുടെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. ഒരു തെറ്റൊരാൾ ചെയ്താൽ അത് തെറ്റാണെന്ന് ഉൾക്കൊള്ളാൻ എന്താണ് ഈ ഫാൻ ഗേൾസിൻ്റെ ഒരു എന്തുകൊണ്ട് അവർ ഐക്യപ്പെടുന്നു എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എനിക്കും ഒരുപാട് കമൻസ് വരാറുണ്ട്. പ്രത്യേകിച്ച് പെൺകുട്ടികളാണ് ഇറങ്ങി നിൽക്കുന്നത്. ആ പെൺകൊച്ചിന് വേണ്ടിയിട്ട് ഇറങ്ങി നിൽക്കുന്നത് ഇവരാണ്. ഒരു തെറ്റ് ചെയ്തതല്ലേ, അതിലിപ്പോൾ എന്താ? അപ്പം ഇത്രയധികം തേപ്പുകാരികൾ സമൂഹത്തിൽ ഉണ്ട് എന്നല്ലേ അതിൻ്റെയൊക്കെ അർത്ഥം. അതിൽ ഉന്നാക്കായ്ക്ക് വന്ന ഒരു അനുഭവത്തെ പറ്റി ഉന്നാക്ക പറയുന്നതാണ്, നമുക്കൊന്ന് കേട്ടാലോ. ജാസിനെ കിട്ടാനുള്ള യോഗ്യത ഇല്ല, മറ്റൊരാൾ മറിച്ചാണ്, രണ്ട് തന്തയ്ക്ക് ഉണ്ടായവനാണ് എന്നൊക്കെയുള്ള രീതിയിലേക്കാണ് സംസാരിക്കണം. തിരിച്ച് പറയാറിനൊന്നുമല്ല അറിയാ, പെണ്ണുങ്ങളല്ലേ അറിയാം, ഫേക്കൊക്കെ കൊണ്ടുവന്നൊന്നുമല്ല. അപ്പൊ ആ അറിയാം മുന്നേനെയും കിടന്നിട്ട് ഇതേപോലെ ഞാൻ കിടന്ന് ഓരോന്ന് തെറിയും കാര്യങ്ങളൊക്കെ വിളിക്കുന്നുണ്ട് അറിയാം. ഇത് മിക്കത് പെണ്ണുങ്ങളാണ് അറിയാം. പെണ്ണുങ്ങൾ ഇവരെന്താണ് സംഭവം കാണിക്കുന്നത് ഒരു പിടുത്തമില്ല. ഇവിടെ സ്വഭാവങ്ങളും കാര്യങ്ങളെല്ലാം എല്ലാവർക്കും അറിയാം. എന്നിട്ട് ഇതൊക്കെ ഇങ്ങനെ കിടന്ന് കാണിക്കുമ്പോഴേ ഉള്ളൂ എങ്ങനെ വരുന്നറിയോ. ഒന്നാമത് തന്നെ ഒരു കാര്യം മനസ്സിലാക്കണം. അറിയാം, എല്ലാവരും ഇപ്പൊ ഇതേ സ്ഥാനത്ത് ഒരു ആണാണ് ചെയ്തെന്നുണ്ടെങ്കിൽ അവനെ ചാവണ വരെ അവരെ ഇട്ട് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് പെണ്ണാകുമ്പോ കറങ്ങിത്തിന് എങ്ങനെയാ പോയി 2 ദിവസം നിൽക്കും, 101 മാറ്റി പോയി. ഇതൊക്കെയാണ് അതേ അവസ്ഥ. പുള്ളിയുടെ ലൈനിൽ വന്ന ഈ ഒരു വോയിസ് ഒന്ന് എടുത്തതേ ഉള്ളൂ. ആക്ച്വലി മുന്നാക്കയല്ല എൻ്റെ വിഷയം, ജാസ്മിനും അല്ല എൻ്റെ വിഷയം. വിഷയത്രയേ ഉള്ളൂ. ഈ തേപ്പുകാരികൾക്കുള്ള ഒരു പ്രിവിലേജ് അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന ഒരു അക്സെപ്റ്റൻസ്. ഇവളുടെ സപ്പോർട്ടേഴ്സ് അധികം പറയുന്നതൊക്കെ പെണ്ണാണ്, പെൺകുട്ടിയാണ്, ക്ഷമിച്ചൂടെ, കളഞ്ഞൂടെ, മുൻപ് പ്രണയങ്ങൾ വന്നൂടെ, അത് ഇഗ്നോർ ചെയ്തൂടെ എന്നുള്ളതൊക്കെയാണ് ചോദിക്കുന്നത്. ഈ ചോദ്യം ചോദിക്കുന്നവരുടെ എൻ്റെ ഒരു ചെറിയ സംശയം ചോദിക്കുന്നതാണ്. നിങ്ങൾ പറയുന്ന രീതിയിൽ ഞാനും ഒരുപാട് എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. പെൺകുട്ടികൾ അങ്ങനെ തേക്കുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ടാവും. ടോക്സിക് റിലേഷൻഷിപ്പ് അവർ കണ്ടിന്യൂ ചെയ്യത്തില്ല, അതിനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്, അവരത് വേണ്ട എന്ന് വയ്ക്കും. അതൊരു പുതിയ കാര്യമല്ല. ജാസ്മിൻ്റെ വിഷയത്തിൽ ഇതൊരു ടോക്സിക് റിലേഷൻഷിപ്പ് എന്നേ ഇല്ല. അത് മുന്നാക്കയാണെങ്കിലും ശരി, അഫ്സലാണെങ്കിലും ശരി, അതിന് മുമ്പുള്ള സിയാദാണെങ്കിലും ശരി, 3 പേരായി ഓൾറെഡി. 3 പേരുടെ പേരുകൾ ഓൾറെഡി വന്നിട്ടുണ്ട്. ഈ 3 പേഴ്സണെയും അവൾ വേണ്ട എന്ന് വയ്ക്കുന്നു, അവൾ വേണ്ട എന്ന് വയ്ക്കുന്നു, അവന്മാർ വേണ്ട എന്ന് വയ്ക്കുന്നു. ഇത് വളരെ കൃത്യമായി പൊതുസമൂഹത്തിൽ മനസ്സിലാവുകയും ചെയ്തു. വീണ്ടും അവൾ ഗബ്രിയുമായി ഒരു നാടകം നടത്തുന്നു, വീണ്ടും വേണ്ട എന്ന് വെക്കുന്ന ഒരു ടേമിലാണ്. മൊത്തത്തിലൊരു കൺഫ്യൂഷൻ. ഇത്തരം റിലേഷൻഷിപ്പിനെ നമ്മൾ അംഗീകരിക്കുന്നതോ ഇല്ലയോ എന്നുള്ളത് സെക്കൻഡറിയാണ്. ഫസ്റ്റ്, ആ വയസ്സിലുള്ള ഒരു പെൺകുട്ടി സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് ഇങ്ങനെ ആൺകുട്ടികളെ തേക്കുന്നതായിട്ടുള്ള ഒരു റോൾ മോഡൽ കൊടുക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് ചിന്തിക്കാനുള്ള കോമൺ സെൻസ് നിങ്ങളുടെ തലയിലില്ല. അതേ പ്രായത്തിലുള്ള മറ്റു കുട്ടികൾ അതിനകത്തില്ലേ? അൻസിബ വിവാഹിതയല്ല, പ്രണയം എന്ന് പറഞ്ഞൊരു സാധനം അതിൻ്റെ പേർക്ക് പോലും ആരും വന്ന് പറയുന്നില്ല. നോറ പ്രണയമുണ്ട്, പ്രണയിച്ച് വിവാഹം കഴിച്ചു, വേണ്ട എന്ന് വെച്ചു. അയാൾ വന്ന് പറയുന്ന ചില കാര്യങ്ങളെ പ്രണയിച്ച വിവാഹം കഴിച്ചത് കള്ളത്തരമാണ് പറയുന്നത്. അതിനപ്പുറം വേറെ ഏതെങ്കിലും ആണുങ്ങൾ വന്ന് പറഞ്ഞോ എന്നെയും പ്രണയിച്ച് തേച്ചു, എന്നെയും പ്രണയിച്ച് തേച്ചു എന്ന് പറയുന്നുണ്ടോ? വേറെ ആർക്കും അങ്ങനെ ഒരു സൈബർ ബുള്ളിങ് വരുന്നില്ലല്ലോ. എന്തുകൊണ്ടില്ല? നോറയ്ക്ക് സൈബർ ബുള്ളിങ് ഉണ്ട്. കാരണം നോറ ചെയ്യുന്ന മിസ്റ്റേക്കുകളെ ചൂണ്ടിക്കാട്ടി പലരും പറയുന്നുണ്ട്. ഇതേപോലെ അതിനകത്തുള്ള ഓരോ കണ്ടസ്റ്റൻസിനും ഉണ്ട്. അപ്സരയ്ക്കുമുണ്ട്. അപ്സരയ്ക്ക് ആദ്യം ജെന്യുവനായിരുന്നു, പിന്നീട് അപ്സരയുടെ ഒരു കള്ളക്കളിയും കള്ളത്തരവും ഒക്കെ മനസ്സിലായി വരുമ്പോൾ അതിനെപ്പറ്റി പറയുന്നുണ്ട്. ബിഗ് ബോസിലുള്ള മിക്കവാറും എല്ലാവർക്കും സൈബർ ഇടങ്ങളിൽ നല്ല ബുള്ളിങ് ഉണ്ട് തന്നെയാണ്, തർക്കിക്കേണ്ട. അതുണ്ടാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയല്ലേ ഷോയിലേക്ക് പോയിട്ടുള്ളത്. ഈ പെൺപിള്ളേർക്ക് എന്താണ് ജാസ്മിനെ വെളുപ്പിക്കാൻ എത്ര ഉത്സാഹം? ജാസ്മിൻ ചെയ്തത് ശരിയാണെന്നാണോ നിങ്ങൾ പറയുന്നത്? ഇവിടെ നമ്മളുടെ ഒരു 70% ആൾക്കാർ പ്രവാസികളാണെന്നാണ് എൻ്റെ ഒരു അനുമാനം. കൃത്യം അറിയത്തില്ല, അത്ര കൃത്യമായിട്ടല്ല. പക്ഷെ എന്നിരുന്നാൽ പോലും ഒരു വീട്ടിൽ നിന്ന് ഒരാൾ എന്തായാലും പ്രവാസികൾ തന്നെയായിരിക്കും. കോട്ടയം എന്ന് ഞാൻ താമസിക്കുന്ന കോട്ടയം പിന്നെ മിക്കവാറും അങ്ങനെ തന്നെയാണ്. UK, ഓസ്ട്രേലിയ അങ്ങനെയുള്ളവരാണ് ഇവിടെ ഉള്ളവരൊക്കെ. അപ്പോൾ ഇത്രയധികം പ്രവാസികളുണ്ട്. ഇവിടെയൊക്കെ പോകുന്നവർ ചിലപ്പം വൈഫിനെയൊക്കെ കൂടെ കൊണ്ടുപോകുന്നവരാകും. പക്ഷെ ഗൾഫിലുള്ളവർ മാക്സിമം നാട്ടിൽ നിർത്തിയിട്ട് പോകുന്നവരാണ്. അവർക്കൊക്കെ എന്ത് മെസ്സേജാണ് ഈ പെൺകൊച്ചു കൊടുക്കുന്നത്? ഒരാളെ പ്രണയിക്കുന്നു, എൻഗേജ് ചെയ്യുന്നു, അയാളെ എൻഗേജ് ചെയ്തിട്ട് 7 മാസമായി മറ്റൊരാളുമായി റിലേഷൻഷിപ്പ്.
ആ റിലേഷൻഷിപ്പ് നടത്തുന്ന അഫ്സലിന് എത്ര ക്യാരക്ടർ ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത്? മറ്റൊരാളുമായി എൻഗേജ് ചെയ്ത് പബ്ലിക് ഫെയിമിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടി താനുമായി 7 മാസമായി റിലേഷൻഷിപ്പിലാണ്. ഇനി ഒരുപക്ഷെ ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടാവില്ല. ഗബ്രിക്ക് കിട്ടിയാണെങ്കിൽ ക്ലാരിറ്റി 7 മാസത്തിൽ കിട്ടി കാണത്തില്ല. അയാൾ ബ്രേക്കപ്പ് ചെയ്ത് പോയപ്പോഴായിരിക്കും എനിക്ക് ക്ലാരിറ്റി കിട്ടിയത്. ഇവൾ അതിനകത്തേക്ക് പോകുമ്പോഴും അവൾക്ക് ക്ലാരിറ്റി ഉണ്ടാവില്ല അഫ്സലിന്റെ വിഷയത്തിൽ. അതുകൊണ്ടായിരിക്കും അതിനകത്ത് പോയിട്ട് ഗബ്രിയുമായി ലിങ്കപ്പ് ആയത്. ഗബ്രിയുമായി ക്ലാരിറ്റി ഉണ്ടോ ഇല്ലയെന്ന് പുറത്തു വന്നാലേ അറിയാൻ പറ്റുള്ളൂ എന്ന് അഫ്സൽ പറയുന്നത് കറക്റ്റാണ്. അഫ്സലിന്റെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണോ അതനുസരിച്ചായിട്ടായിരിക്കും. ഈ രണ്ടും വേണമെന്നുള്ള ടൈം ആയിരിക്കും. എന്താ സാധിക്കൂലേ? എത്രയോ പേരെങ്ങനെ ചെയ്തു. ബഷീർ ബഷിക്ക് 2 പെണ്ണുങ്ങളെ വെക്കാമെങ്കിൽ അവക്കും വെക്കാം. ഇതാണോ നിങ്ങൾ കൊടുക്കണം മെസ്സേജ്? ഇതിനെ അക്സെപ്റ്റ് ചെയ്യണമെന്നാണോ നിങ്ങൾ പറയുന്നത്? സൈബർ ബുള്ളിങ് അവൾ നേരിടുന്നുണ്ടെങ്കിൽ അത് അവളുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് അവൾ ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്യുന്നവളാണെന്നും ആൺകുട്ടികൾ അലർട്ടായിരിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അന്ന് എന്നെയാണ് എല്ലാവരും കൊണ്ട് എടുത്തു കൊടുത്തത്. ക്യാഷ് കൊടുത്ത് അവൾ ആളെ കൊണ്ട് ഉടുപ്പിക്കുകയും ചെയ്തു. ഞാൻ പറഞ്ഞത് തെളിവുൾപ്പെടെ നടന്ന ഒരു വിഷയം, അവൾ പ്രചരിപ്പിച്ചത് മുഴുവൻ തെളിവില്ലാത്ത നടക്കാത്ത വിഷയം. എന്നിട്ട് നിങ്ങൾ വിശ്വസിച്ചില്ലേ? പുള്ളി എഴുതിയില്ലേ? ഈ പറയുന്ന എല്ലാ പെണ്ണുങ്ങളും കിടന്ന് ഭയങ്കര മെഴുകലായി. ഒരു കാര്യം ഞാൻ പറയാം. ചില പെൺകുട്ടികൾ സോഷ്യൽ മീഡിയയിൽ കിടന്ന് മെഴുകി അഭിനയിച്ച് കുറേ ഡ്രാമ കാണിക്കുമ്പോൾ നിങ്ങൾ അവർക്ക് വശംവദരായി. പൊതുസമൂഹത്തിൽ അത്യാവശ്യം അക്സെപ്റ്റൻസ് ഉള്ളവർ പറയുന്നത് കേൾക്കുമ്പോൾ ചൊറിഞ്ഞിട്ടോ കരഞ്ഞിട്ടോ വെപ്രാളപ്പെട്ടിട്ടോ ഒന്നും കാര്യമില്ല. വസ്തുത ഇത്രയേ ഉള്ളൂ. കയ്യിരിപ്പിൻ്റെ പാരമ്യത കൊണ്ട് കിട്ടിയതാണ് ഈ തെറിവിളിയും ബഹളവും ഒക്കെ. അത് ആപ്റ്റാണ്. അത് പുറത്തുനിന്നാരുമല്ലല്ലോ, അനുഭവസ്ഥരായ, അതായത് അവൾ കാരണം നാണം കെട്ട, അവൾ കാരണം അനുഭവിക്കപ്പെട്ട കുറേ ആൺകുട്ടികളല്ലേ വന്ന് പറയുന്നത്. ഇപ്പോൾ എനിക്കെതിരെ ഒരാൾ വന്ന് പറയുന്നു, ഇന്നെ പ്രണയിച്ചു, ഇന്നെ തേച്ചിട്ട് പോയി. ആ ഒരാൾ ഓക്കേടെ. ഇത് 3-4 പേര് നിന്ന് പറയുകയാണ് ഞങ്ങളെ പ്രണയിച്ചു എന്നിട്ട് കളഞ്ഞു. അതവളുടെ സ്ഥിരം പരിപാടിയാണ്. അവരുടെ കയ്യിൽ തെളിവില്ലെങ്കിൽ അവരങ്ങനെ ഒന്ന് പറയുമോ? അങ്ങനെ ചുമ്മാ ഒന്ന് പറയുമോ? ഇനി ഈ പറയുന്ന 3 വ്യക്തികളെയും അവൾ ഒരേ വീഡിയോയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരേ വീഡിയോയിൽ കൊണ്ടുവന്നിട്ട് ഞാനും നിങ്ങളും തമ്മിൽ ഇപ്പോഴെന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. മുമ്പുണ്ടായിരുന്നു, അതുണ്ടായിരുന്നു. എന്തുകൊണ്ട് വേണ്ടെന്ന് വെച്ചാൽ എൻ്റെ വീട്ടുകാർക്ക് സമ്മതമല്ല. ഈ 3 പേരെ കൊണ്ടും അവൾ പറയിക്കുന്നുണ്ട്. അവളുടെ ടൈം ലൈനിൽ അതുണ്ട്. ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുമ്പേ ഹൈഡ് ചെയ്ത് വെച്ചിട്ട് പോയി. കാരണം അവൾക്കറിയാം അതവിടെ കിടന്നാൽ ആളുകൾ അതെടുത്ത് പ്രചരിപ്പിക്കും. പക്ഷെ അവൾ ഒരിക്കൽ പോലും പ്രതീക്ഷ കാണില്ല ഇവന്മാർ തന്നെ നേരിട്ട് ഇറങ്ങി ഇത് പ്രചരിപ്പിക്കും. അപ്പൊ ഏകദേശം പിടികിട്ടിയില്ലേ? ഇനിയും ആ പിള്ളേരെ പിന്തുടർന്ന് ആക്രമിച്ച് അവന്മാരെ അപമാനിക്കാൻ നിനക്കൊന്നും നാണയില്ലേ? നീയൊക്കെ എന്താണ് ഈ വെളുപ്പിക്കുന്നത്? അപ്പൊ നിന്റെയൊക്കെ കുടുംബത്തിൽ ഇതാണോ പരിപാടി? ഭർത്താവ് ഇരിക്കുമ്പോൾ തന്നെ വേറൊരുത്തിൻ്റെ കൂടെ പോവോ? നീ ഒരുത്തിനെ പ്രേമിച്ച് വെച്ചാൽ വേറൊരുത്തിൻ്റെ കൂടെ പോവോ? ഇതിലൊരു പെൺകുട്ടിയുടെ വിവരണം കൊടുക്കുന്ന പെട്രാ ബോക്സിന്റെ ചാനൽ പോയി കണ്ടാൽ നിങ്ങൾക്ക് അറിയാം. അതിനകത്തൊരു പെൺകുട്ടി വിവരണം കൊടുക്കുകയാണ്. അവള് പ്രേമിച്ചതല്ലേ ഉള്ളൂ, കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. കല്യാണവും പ്രണയവും തമ്മിൽ എന്താ വ്യത്യാസം? എന്താ വ്യത്യാസം? സെക്സ് ഇല്ലെന്നോ ഇപ്പോഴത്തെ കാലഘട്ടത്തിലോ? എന്തോ വിചാരിക്കുന്നേ? പണ്ടത്തെ പ്രണയമൊക്കെ ദിവ്യ പ്രണയം എന്നാൽ പോലും വയറ്റിലാവുമായിരുന്നു. അന്നൊന്നും പ്രിക്കോഷനുള്ള പരിപാടി ഇല്ലാത്തതുകൊണ്ട് രാജുവട്ട നിന്റെ കൊച്ചിൻ്റെ അച്ഛനാണ്, അല്ല എൻ്റെ കൊച്ചിൻ്റെ അച്ഛനാണ് നീ എന്ന് വർഷം കണക്കിന് പിന്നെ പറയുമ്പോഴത്തേക്കാണ് മനസ്സിലാവുന്നത്. സിനിമകളിലൊക്കെ കണ്ടിട്ടില്ലേ? അപ്പം അതുപോലെയല്ല. ഇപ്പം അതുപോലെ അല്ലാത്തൊരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ എവറിത്തിങ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കണം. ആ പെൺകുട്ടി പറയണത്, അഫ്സൽ പറയണത് കേട്ടാൽ തന്നെ മനസ്സിലാവും. അവൻ്റെ ഉടുപ്പ്, അവൻ്റെ സർവത്ര സാധനങ്ങളുടെ മോതിരം, മാല, ഇതൊക്കെ വാങ്ങി അത് അവളുടെ സ്ഥിരം ഡ്രാമയാണ്. ഗബ്രി തെറ്റിദ്ധരിച്ചിട്ടാണുള്ളത്. അവൻ്റെ മാല കയ്യിൽ വെക്കുമ്പോൾ അവൾക്ക് അവ അടുത്തുള്ളതായിട്ട് തോന്നും. ഇതേ സെയിം സാധനം തോന്നാൻ വേണ്ടി അഫ്സലിൻ്റെ എല്ലാ സാധനവും കൊണ്ടാണ് അവൾ അതിനകത്ത് പോയിട്ടുണ്ടായിരുന്നത്. അതെന്താ ആർക്കും മനസ്സിലാകാത്ത? അവൾ കാണിക്കുന്നതെല്ലാം നല്ലത്, നമ്മളത് കണ്ടിട്ട് മിണ്ടാതിരിക്കണമെന്ന് പറഞ്ഞാൽ അവളുടെ ആ ഷോയിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറ. ഞങ്ങൾ ആ ഷോയിലുള്ളതേ പറയുള്ളൂ. ആ പറയുന്നവരെയൊക്കെ സൈബർ ബുള്ളിങ് നടത്തിയും മോശം പറഞ്ഞും നിനക്ക് ഇതേ പറയാനുള്ളൂ എന്ന് വെച്ചാൽ ഇപ്പം നടക്കുന്നത് അതാണ്. അതല്ലേ പറയാൻ പറ്റൂ, ഉള്ളതല്ലേ പറയാൻ പറ്റൂ. കാണിക്കുന്നത് അവൾ എന്ത് കാണിച്ചാലും ഞങ്ങളത് വെള്ളം തൊടാതെ വിഴുങ്ങണമെന്ന് പറയുന്നത് വല്ലാത്ത കഷ്ടം തന്നെ. അവിടെ എത്രയോ കണ്ടസ്റ്റൻസ് ഉണ്ട്, അവരൊക്കെ തന്നെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അവർ ഒറ്റയ്ക്കായതുകൊണ്ട് ഉടനെ ഒരുത്തന്നെ കണ്ടുപിടിച്ച് അവൻ്റെ കൂടെ കിടക്കണമെന്നാണ്. അവനെ പിടിച്ചുകൊണ്ട് പോയി മുറിക്കകത്തേക്ക് പോയിട്ട് നീ ശ്രീരേഖ ചേച്ചി എഴുന്നേറ്റ് മാറി ഞങ്ങൾക്ക് ഒന്നിച്ച് കിടക്കണം. എന്താ അതിൻ്റെ അർത്ഥം? സൗഹൃദമാകാം, അതിന് ലിമിറ്റ് വെച്ചില്ല. അത് വളരെ വൾഗറായി, വളരെ മോശമായി അവിടെ അവതരിപ്പിച്ചു. അപ്പം അതിന് മറുപടി ബാക്കിയുള്ളവർ കൊടുക്കും. അത് കേൾക്കുക എന്നുള്ളത് അവരുടെ ബാധ്യതയാണ്. അതിന് പുറത്തേക്ക് വരുമ്പോൾ കുറച്ച് കൂടുതൽ പറയും. എന്ത് കണാപ്ലിക്കേഷൻ കൊണ്ടുവന്നാലും നിറച്ച് കമൻറ്റ്സ് അതുപോലെ ഉണ്ട്. അവർക്ക് തൊലിക്കെട്ടി ഉള്ളതുകൊണ്ട് അവർക്ക് അത് സഹിച്ചോളൂ. നിങ്ങൾ വെറുതെ എന്തിനാണ് ഏറെന്ന് വാങ്ങിക്കാൻ നടക്കണമെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഏതായാലും ആൺകുട്ടികൾ ചെയ്യുമ്പോൾ മാത്രം ഒരു വലിയ സംഗതിയും പെൺകുട്ടികൾ ചെയ്യുമ്പോൾ കുഴപ്പമില്ല എന്നൊരു ഒരു ടോണും ഒരിക്കലും അനുഭവിച്ചു കൊടുക്കാൻ പറ്റുന്നതല്ല. ഗ്രീഷ്മ കൊന്നുകളയണേലും അവൾക്ക് തേക്കാണ്, അതുകൊണ്ട് അവൾ കൊന്നു കളഞ്ഞു.
രേഷ്മയോ കൊന്നു കളഞ്ഞു. വേണ്ടെങ്കിൽ കളഞ്ഞിട്ട് പോയാൽ പോരെ, അതെന്തിനാ കൊല്ലുന്നത്? അപ്പം അതേപോലെ കുറേ അധികം സംഗതികൾ ഈ പെൺകുട്ടികളുടെ പ്രിവിലേജ് ഉപയോഗിച്ചുകൊണ്ട് കുറേ എണ്ണങ്ങൾ ചെയ്യുന്നുണ്ട്. അത് അനുഭവിച്ചു കൊടുക്കുക ബുദ്ധിമുട്ടാണ്. തെറ്റ് അതാണ് ചെയ്താലും പെണ്ണ് ചെയ്താലും തെറ്റ് തന്നെയാണ്. ഒരാളുടെ ഫീലിങ്സ് വെച്ച് കളിക്കരുത്. ഇത്രയധികം ഇൻറ്റിമസിയോടുകൂടി പ്രണയിച്ച് കൂടെ കൊണ്ട് നടന്ന് സർവത്രവും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് അവൻ്റെ മുണ്ടും ജട്ടിയും ഉൾപ്പെടെ കൊണ്ട് അതിനകത്ത് പോയ ശേഷം വേറൊരുത്തൻ്റെ കൂടെ ഇരുന്ന് പേക്കൂത്ത് കാണിച്ച നാട്ടുകാർ പറയും. അതിന് അവരെ തലയിലോട്ട് കയറിയിട്ട് നീയൊക്കെ ആരടാ, നീ അറടാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ചാടി കയറാൻ പോയാലേ നേർക്ക് നേരെ വന്നിരുന്നതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അടിയും കൂടെ കിട്ടും. അത്രേ ഉള്ളൂ. പിന്നെ പെണ്ണ് വർഗം, നമ്മളുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരാൾ അങ്ങനെ ഒരു തെറ്റ് ചെയ്താൽ അതിനെ സോപ്പിടുകയും സന്തോഷപ്പെടുത്തുകയും അതിനെ ഒപ്പിച്ചു പറയുകയും ചെയ്യുന്നവർക്കാണ്. നിങ്ങളാണ് ഏറ്റവും വലിയ വിഷം. തെറ്റ് തിരുത്തി കൊടുക്കേണ്ട ഒരു ആവശ്യകതയുണ്ട്. ആ തിരുത്തലുകൾ നടത്താത്തടത്ത് ഇതുപോലെ വീണ്ടും ആവർത്തിക്കുക തന്നെ ചെയ്യും. അവൾ ഇനി ഇതുപോലെ ചെയ്യുമ്പോൾ ഏതെങ്കിലും സഹിഷ്ണുത ഇല്ലാത്ത ഒരുത്തനാണെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും വൃത്തികേട് തിരിച്ച് കാണിക്കും. അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി തന്നെ ഉണ്ട്, അറിയോ? ഈ ആസിഡ് മുഖത്ത് വീണ പെണ്ണുങ്ങൾ സൗന്ദര്യം കൊണ്ട് ആളുകളെ പറ്റിക്കുമ്പോൾ സൗന്ദര്യം വേണ്ട എന്ന് അവന്മാർ തീരുമാനിക്കുന്നിടത്ത് ആ ക്രൈം അവിടെ നടക്കും. ഇത്തരം ക്രൈമുകൾ വരാതിരിക്കാനും പെൺകുട്ടികളുടെ ഭാഗത്തു നിന്ന് അങ്ങനെ തെറ്റുകൾ ഉണ്ടാകാതിരിക്കാനും നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് നല്ലതാണ്. നല്ല മെസ്സേജ് പറയുമ്പോൾ അവളെ ഉപദ്രവിക്കുന്നു, അവളെ അത് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോവിന്ദച്ചാമി ആണാണ്, ഒരു പെണ്ണിൻ്റെ ഭർത്താവാണ്. ആ പെണ്ണ് തന്നെയാണ് അവന് ജാമ്യം എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് അവൻ നല്ലവനാവുന്നു. അവൻ ചെയ്ത തെറ്റെന്താണെന്ന് അറിയത്തില്ലേ? അപ്പോൾ ആ ലെവലിലുള്ളവർ ആ ലെവലിലേ പറ്റുള്ളൂ. ഇനി ഒരാൾ അവർക്ക് കിട്ടുന്ന അക്സെപ്റ്റൻസ് കൊണ്ട് മറ്റൊരാൾക്ക് ഇതുപോലെ ചെയ്യാൻ തോന്നരുത്. അപ്പോൾ അവർക്ക് ചെറിയ രീതിയിലെങ്കിലുള്ള ഒരു മരുന്ന്, ഒരു മെഡിസിൻ, മാറ്റി നിർത്തലുകൾ അത് അനിവാര്യമാണ്. ചില അനിവാര്യമായ കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുത്തിട്ടില്ലാട്ട് അത് കണ്ടിന്യൂ വീണ്ടും തുടരുമ്പോൾ സമൂഹത്തിൽ ഇതുപോലുള്ള പ്രശ്നങ്ങളും ക്രിമിനൽ ആക്ടിവിറ്റീസും നടക്കാതിരിക്കാൻ ഇതൊക്കെയാണ് പ്രതിവിധി. സോ പെണ്ണുങ്ങളെ ഒരു 50 പൈസയ്ക്ക് അടങ്ങ്, എന്തായാലും കപ്പ് അവക്ക് തന്നെ. അതെന്ത് കുന്തായിരുന്നാലും ശരി, എന്നാൽ കപ്പ് അവക്ക് തന്നെ. അത്രയെങ്കിലും സമാധാനിച്ചൂടി, നാട്ടുകാരുടെ തലയിലോട്ട് പാഞ്ഞു കയറാതെ. ചെയ്യ കൂടുതൽ കിട്ടും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. അത്രയേ ഉള്ളൂ. ഉണ്ണാക്കായാലും പിന്നാക്കായാലും ഒരു പെണ്ണിൻ്റെ പിറകെ പോയി ആവശ്യമില്ലാതെ ജീവിതത്തിൽ പെണ്ണ് മാത്രമാണ് വലിയ സാധനം എന്ന് വിചാരിക്കുന്നവർക്ക് കിട്ടേണ്ട സാധനം തന്നെയാണ് അവൾ തന്നിട്ടുള്ളത്. വാങ്ങിച്ചങ്ങ് ഉരുട്ടി തിന്നിട്ട് മിണ്ടാതെ ഒരു മൂലയിൽ കുത്തിയിരുന്നു. അത്രേ പറയാനുള്ളൂ. താങ്ക് യു.